അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് നിങ്ങളെല്ലാം കണ്ടു കാണും. അപ്പൊ ഇന്ന് നമുക്ക് സ്കാനിങ് ഡേ ആണ് കേട്ടോ. സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി. നല്ല മഴയാണ് ഇന്ന്. പിന്നെ ഡോക്ടറെ കാണണം. സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് അപ്പം തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് നോക്കാം. 10:30 സ്കാനിങ്ങിന് പറഞ്ഞിരുന്നത്. ഓൾറെഡി കുറച്ച് ലേറ്റ് ആയി ചെല്ലുന്നത്. സ്കാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അവിടെ നല്ല തിരക്കാവാനാണ്. സാധാരണ ഹോസ്പിറ്റലിൽ നല്ല തിരക്കാണ്. അപ്പൊ ഇന്നെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നും നല്ല മഴയാട്ടോ. ഇന്നലെയും മഴയായിരുന്നു, ഇന്നും നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങളിതേ ഹോസ്പിറ്റലിലെത്തി. ഞാൻ തൃശ്ശൂർ ഒളരിയിലുള്ള മദർ ഹോസ്പിറ്റലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്കാനിങ്ങിനാണ് പോയത്. അപ്പോൾ ഇനി ഇതിൻ്റെ റിപ്പോർട്ടും കൊണ്ട് വേണം എനിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി. അപ്പോൾ ഇതേ സ്കാനിങ് ചെയ്തതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടി. അപ്പോൾ ഇന്നലെ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയാൽ എന്താണ് എന്നുള്ളത് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതേ ഞാൻ റിപ്പോർട്ടൊക്കെ വാങ്ങിച്ച് ഇനി നമ്മൾ നേരെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടിറങ്ങി. ഡോക്ടറുടെ ടാബ്ലറ്റ് ഒക്കെ തന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലായി. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനാണോ ചേട്ടായി പോകുന്നത്? അതെ അതെ അതെ, ഇവിടേക്കാണത്. ഹയാത്തൊക്കെ ആണല്ലോ ഫ്രണ്ടിൽ കാണുന്നത്. അങ്ങോട്ടാണോ പോകുന്നത്? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അല്ല, അങ്ങോട്ടൊന്നും ചേട്ടായി കൊണ്ടുപോകുന്ന നമ്മൾ ചുമ്മാ ചിന്തിക്കാൻ പോലും പാടില്ല. അതിൽ തട്ടുകടയൊക്കെ ഉണ്ടോ സൈഡിൽ കൂടെ? അങ്ങനെ വല്ലയിടത്തോട്ടായിരിക്കും പോകുന്നത്. അതല്ല, ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ സുട്ടുവിന്റെ ഒരു മരുന്നുണ്ട് കേട്ടോ, ഒരു കോളി ട്രീറ്റ്. അത് നമുക്ക് ഇവിടെ അതിന്റെ പ്രസവരക്ഷ ഉണ്ടായിരുന്നു, അവിടുന്ന് അത് മേടിക്കണം. കാരണം അത് എല്ലായിടത്തും ഇങ്ങനെ സ്റ്റോറിലൊന്നും കിട്ടത്തില്ല. അപ്പൊ അത് ഇച്ചിരി കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ കുറയും കേട്ടോ. അപ്പൊ അതിവിടെ കിട്ടുള്ളൂ, അന്നേരം അതും മേടിക്കണം. അപ്പൊ അങ്ങനെ 2 കാര്യങ്ങളാണുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ ചേട്ടാ എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഞാൻ കാണിച്ചു തരാം. എനിക്കറിയാൻ പാടില്ല എങ്ങോട്ടാണ്. നമുക്ക് നോക്കാം എവിടെ കൊണ്ട് ഈ വണ്ടി നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ആദ്യം ഞങ്ങൾ ലക്ഷ്മിയിൽ പോയി അവിടെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു. അപ്പോൾ എൻ്റെ അവിടെ കൈപ്പറമ്പിലുണ്ടായിരുന്ന ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മെഡിസിൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ വേറൊരു ബ്രാഞ്ച് കേട്ടോ, തൃശ്ശൂർ തന്നെയുള്ള. അങ്ങനെ മെഡിസിനൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് ഇനി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതേ റൗണ്ടിലെത്തി, റൗണ്ട് റെസ്റ്റോറൻറ്റിലെത്തി. ഇനി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ. കുറച്ച് മഴയുണ്ട്, അപ്പോൾ ഞങ്ങൾ മഴയത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് വന്നിട്ട് ഇതേ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഞങ്ങൾ ഒരു തവണ ഇതിന് മുന്നേ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് കഴിച്ച ആ ഫുഡ് കഴിക്കാനാട്ടോ ഞങ്ങളുടെ പ്ലാൻ. കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് സർ? റിച്ച് മാൻ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. പുരിയില്ല സർ, ഞാൻ പണക്കാരനാണ്. എനിക്ക് സാപ്പിടാൻ പറ്റിയ വില പിടിച്ച ഫുഡുകൾ കൊണ്ടുപോവാ. ഞങ്ങൾ രണ്ടുപേരും പൊതുവേ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാട്ടോ. അതായത് ഒത്തിരി ഇങ്ങനെ ഫുഡ് കഴിക്കില്ല, വെറൈറ്റി സാധനങ്ങളൊക്കെ തപ്പിയെടുത്ത് കഴിക്കാൻ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അത് ഒരേ ഐറ്റം ഓർഡർ ചെയ്യുള്ളൂ, എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ കഴിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫുഡ് കഴിക്കൽ? കുഴപ്പമില്ല, മുന്നത്തെ ടേസ്റ്റ് ഇല്ല. ഇപ്പോൾ കാണാൻ പോട്ടെ, പവർ വരട്ടെ എന്ന് പറഞ്ഞ് കയറിയതല്ല. എന്നാലും ഞങ്ങൾ നേരത്തെ ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടോ എന്നറിയാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും കയറിയതാണ്. ഞങ്ങൾ റൗണ്ടിലാണ് കേട്ടോ, തൃശ്ശൂർ റൗണ്ട് റെസ്റ്റോറൻറ്റിലാണ് പോയത്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് അല്ലേ. ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിച്ചു. സുട്ടു അവിടെ കടയിലേക്ക്, അതെ അവിടുന്ന് ചെറിയ കടയിലേക്ക്, ഞാൻ വീണ്ടും വീട്ടിനകത്തേക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കൃത്യമായിട്ട് നടന്നു. മഴ നമ്മളെ അങ്ങനെ ശല്യം ചെയ്തൊന്നും ഇല്ല, കുഴപ്പമില്ല. കുറെ പേർക്കൊക്കെ ഡൗട്ട് കാണും ഞാൻ എന്തിനാണ് ഡോക്ടറെ കാണാൻ പോയതെന്ന്. ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നതല്ല, എന്തിനാണ് ഡോക്ടറെ കാണാൻ പോയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. അപ്പം ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കാരണം എനിക്കൊരു ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം എന്നെ പോലെ ടെൻഷൻ ഉള്ള ഒരു 1-2 പേരെങ്കിലും ചിലപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിലോ. അപ്പോൾ അവർ അങ്ങനെ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.